ഇത് കേസ് സ്റ്റഡി 6 ആണ്. ഇതിൽ നിന്നിട്ട് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടാർഗറ്റ് കോസ്റ്റിംഗ് കോൺസെപ്റ്റ് സൂട്ടബിൾ ആണോ എന്നുള്ള കറണ്ട് സിനാരിയോ. പിന്നെ വെച്ച് നോക്കുന്നത് കറണ്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം അസസ് ചെയ്യുക, റെക്കമെൻഡ് സൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റ്സ് ബിസിനസ് സ്ട്രാറ്റജി. പുതിയ ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട്, അത് വെച്ചിട്ട് ഉള്ള ചേഞ്ചസ്. അഡ്വൈസ് SCM ലുക്ക് ഫോർ ഡ്രീം ഹോംസ് ആസ് പെർ ദെയർ റിക്വയർമെൻറ്റ്. SCM എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആസ് പെർ ദെയർ റിക്വയർമെൻറ്റ്. ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡ്രീം ഹോംസ് US ബേസ്ഡ് MNC ഇന്ത്യയിൽ ഓപ്പറേഷൻസ് തുടങ്ങി, ഫ്യൂ സ്റ്റോർസ് ഉണ്ട് ഇനീഷ്യൽ ഫേസിൽ. അപ്പോൾ എന്നിട്ട് കിച്ചൺ പ്രോഡക്ട്സ് ആണ്. അത് കാരണം ഇവിടെ ഭയങ്കര ഹിറ്റായിരുന്നു ലേഡീസ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ. അപ്പോൾ ഹിറ്റായതുകൊണ്ട് ഇറ്റ് വോണ്ട് ടു എക്സ്പാൻഡ് ദ പ്രൊഡക്റ്റ് ലൈൻ ആസ് വെൽ ആസ് എക്സ്പാൻഡ് ഇൻ ഇന്ത്യ. അതാണ് അതിൻ്റെ ക്രക്സ്. ഇറ്റ് ഹാസ് എക്സ്റ്റെൻഡഡ് ആക്സസിബിലിറ്റി ടു ഡെയിലി യൂട്ടിലിറ്റീസ്. ഇതിൻ്റെ ഈ കമ്പനിയുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ആക്സസിബിലിറ്റി ടു ഡെയിലി യൂട്ടിലിറ്റീസ് ദാറ്റ് എലൈറ്റഡ് ദ ലേഡീസ് ഗ്രൂപ്പ് അബൌട്ട് വിസിറ്റിംഗ് ദ സ്റ്റോർസ്. ഓക്കെ. അടുത്ത് ഡ്രീം ഹോംസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചേർഡ് സം ഓഫ് ദ പ്രൊഡക്ട്സ് rather than making an outright purchases and sales thereof of all its products. കുറച്ച് പ്രൊഡക്ട്സ് ഒരു മാനുഫാക്ചർ ചെയ്യും, കുറച്ച് പർച്ചേസ് ചെയ്ത് റീറ്റെയിലേഴ്സിൻ്റെ പോലെ പർച്ചേസ് ചെയ്ത് വിൽക്കും. To make various kinds of furniture and kitchen based small utilities, it derived its raw materials directly from the local market. In case of manufactured goods, which were mostly recycled materials like plastic, scrapped items, used furniture and alike, rather than raw wood, forest products and first hand products. അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ഒരു സ്പെഷ്യലി ഇങ്ങനത്തെ മെറ്റീരിയൽസ് വാങ്ങിക്കണം, റീസൈക്കിൾ മെറ്റീരിയൽസ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്നിട്ട് rather than first hand products ഇങ്ങനത്തെ വാങ്ങിക്കണം. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് raw materials were capable of generating various forms of work in progress. The work in progress and finished product relation worked in similar fashion. From a particular WIP, it was capable of generating multiple outputs. ഒരു particular WIP. Therefore, the firm kept its material cost low and primarily relied on the recycling process there to help to save the environment. അപ്പോൾ ഇനി ഇത് പറയുന്ന ഇൻ ഹൗസ് മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സ് എങ്ങനെയാണ്, അതിൻ്റെ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന്. അതായത് ഇൻ ഹൗസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ വാങ്ങിക്കാൻ സപ്ലൈസ് ഉണ്ട്, കമ്പനി മാനുഫാക്ചർ ചെയ്യും, എന്നിട്ട് റീറ്റെയിൽ സ്റ്റോർസോടെ വിൽക്കും. അപ്പോൾ മാനേജർ ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് കെപ്റ്റ് എ വാച്ച് ഓൺ ഈച്ച് ടൈപ്പ് ഓഫ് ഇൻവെൻട്രി. ഇത് കുറേ ഇൻവെൻട്രി ഉണ്ടാവും, കാരണം എന്നിട്ട് കുറേ ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട് സെല് ചെയ്യുന്നത്. ലേഡീസ് കിച്ചൺ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടല്ലോ. He then estimated the required production based on historical demand. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ലൈനിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് പുഷ് മോഡലാണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ലോങ് ടേം ഫോർകാസ്റ്റിംഗ് ഓഫ് പോളിസീസ് ഓഫ് ദ ഫേം. അതായത് ഉണ്ടാക്കി വിടുകയാണ് ചെയ്യുന്നത് എസ്റ്റിമേറ്റഡ് ഡിമാൻഡ്. എ റൂം വാസ് ഓൾസോ ലെഫ്റ്റ് ഫോർ സേഫ്റ്റി സ്റ്റോക്ക് സോ ദാറ്റ് എനി അൺഫോർസീൻ ഡിലേ ഇൻ ഡെലിവറി ഓഫ് ദ ഗുഡ്സ് കുഡ് ബി കവേർഡ്. ഓക്കെ. അപ്പം ഇങ്ങനെ അൺഫോർച്ചുനേറ്റ് സേഫ്റ്റി സ്റ്റോക്കിന് റൂം ഇട്ടു. അപ്പോൾ എന്നിട്ട് ഇൻവെൻട്രി പൈലപ്പ് വരും എന്നുള്ളൊരു ക്ലൂ ആണത്. Based on the existing inventory and production plans and safety stock, inventory replenishment levels were calculated. Okay. When the stock reached its reordering level, an order to replenish the stock was being sent to the vendor. Based on the departmental orders, vendor delivered the materials. അതാണ് ഫുൾ പ്രോസസ്സ്. But to manufacture the finished products, അതായത് റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവാൻ നമുക്ക് 3 വീക്ക് എടുത്തു. ഇറ്റ് വിൽ ടേക്ക് അപ്രോക്സിമേറ്റ്ലി 4 weeks ടു ഡെലിവർ. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 weeks. അപ്പോൾ 4 2.5 weeks ആക്കിയിട്ട് എത്തിക്കണം. 4 weeks എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ടൈമാണ് ഫോർ ഡെലിവറി. അത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഓർഡർ റിസീവ് ചെയ്തിട്ട് ഓർഡർ എത്തിക്കാൻ വേണ്ടി 4 weeks എടുക്കും. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. അടുത്ത് ഫോർ പ്രൊഡക്റ്റ് പർച്ചേസ്ഡ് ഔട്ട്റൈറ്റ്ലി, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു സപ്ലയേഴ്സിൻ്റെ നിന്ന്, പിന്നെ വിൽക്കുന്നു. സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ്. പർച്ചേസ് ഓർഡർ വാസ് പ്രിപ്പയർഡ് ബൈ ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഇൻവെൻട്രി ഇൻ ഹാൻഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഡിമാൻഡ്. വീണ്ടും push system. Some of the products did show a sketchy demand pattern and will surge in demand for some lame reason. Okay. ചിലപ്പോൾ ചില പ്രൊഡക്ട്സിന് ഭയങ്കര ഡിമാൻഡ് കൂടും. അവർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡിഡ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് സേഫ്റ്റി സ്റ്റോക്ക് ഫോർ എനി ഓഫ് ദീസ് പർച്ചേസ്ഡ് പ്രൊഡക്ട്സ്. ഓക്കെ. സിൻസ് ദ കോസ്റ്റ് മെയിൻറ്റെയിൻ സച്ച് ഇൻവെൻട്രീസ് വർ ഹൈ. അത് ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ പ്രൊഡക്ട്സിന്, അതായത് പർച്ചേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇൻവെൻട്രി വെക്കണില്ല, പിന്നെ ഹൈ ഇൻവെൻട്രി കോസ്റ്റ് വരും. ദ കോസ്റ്റ് ഓഫ് ദീസ് പ്രൊഡക്ട്സ് വർ ഇറ്റ് സെൽഫ് ഹൈ ഇനഫ്. The problem, however, was failure to meet the surprise orders or sudden increase in demand. അപ്പോൾ നമുക്ക് ഫെയിലിയർ വരുന്നുണ്ട്. നമുക്ക് ഈ സേഫ്റ്റി സ്റ്റോക്ക് ഇല്ലാത്ത കാരണം ഈ സർപ്രൈസ് ഓർഡേഴ്സിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ എന്നിട്ട് പീപ്പിൾ വർ ഗെറ്റിംഗ് ബിസിയർ, അവർക്ക് അപ്പം തന്നെ വാങ്ങിക്കണം, സാധനം കിട്ടണം. പിന്നെ എന്നിട്ട് നല്ല സ്കോപ്പ് ഉണ്ട് ഇതിന്. ഇവിടെ എന്നിട്ട് ഗുജറാത്ത് ആൻഡ് ഒഡീഷ ആൻഡ് അൺടാപ്ഡ് ടാർജറ്റാണ് വിത്ത് വെരി ഫ്യൂ സ്റ്റോഴ്സ് ഓൺലി ഇൻ ദ ഡെവലപ്പ് പാർട്സ് ഓഫ് ദ സിറ്റി. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് വാസ് നോട്ട് ജസ്റ്റ് ടു ആഡ് മോർ വെറൈറ്റി ടു ദ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ്, അത് മാത്രമല്ല ടു റീച്ച് പീപ്പിൾ ഓൾ അറൗണ്ട് ദ കൺട്രി സിൻസ് ഇറ്റ് പെർസീവ്ഡ് മാനിഫോൾഡ് നീഡ്സ് വെർ അൺമെറ്റ്. ഓൾ അറൗണ്ട് ദ കൺട്രി റീച്ച് ചെയ്യണം. അതായത് കുറേ സ്ഥലത്ത് നമ്മുടെ അത് റീറ്റെയിൽ സ്റ്റോഴ്സ് വേണം, അങ്ങനെ ചിന്തിക്കാം. അതിൻ്റെ ക്ലൂ ആണത്. ഇപ്പോൾ ഗോയിങ് ഡിജിറ്റൽ വാസ് എ ചാലഞ്ച് സിൻസ് ഇറ്റ്സ് പോപ്പുലാരിറ്റി വാസ് ലിമിറ്റഡ് ടു സ്റ്റോർ ലൊക്കേഷൻസ്. പിന്നെ ഇന്ത്യയിലധികം ഇത് പച്ചപിടിച്ചിട്ടില്ല ഇ കോമേഴ്സ് അങ്ങനെയൊക്കെ പറയണം. ഇറ്റ് വാസ് പ്രിപ്പയർഡ് ഫോർ എൻ എക്സ്റ്റെൻസീവ് മാർക്കറ്റിംഗ് ഓഫ് ഡിജിറ്റൽ ചാനൽസ് ത്രൂ ഒന്നുകൂടി വായിക്കാം. ഗോയിങ് ഡിജിറ്റൽ വാസ് എ ചാലഞ്ച് സിൻസ് ഇറ്റ്സ് പോപ്പുലാരിറ്റി വാസ് ലിമിറ്റഡ് ടു ദ സ്റ്റോർ ലൊക്കേഷൻ ആൻഡ് ദെർഫോർ ഇറ്റ് വാസ് ഡ്യൂബിയസ് ഓഫ് ഇറ്റ്സ് ആക്സെപ്റ്റബിലിറ്റി അമംഗ് ദ നേഷൻ വൈഡ്. അപ്പോൾ പക്ഷേ ഇതിന് എക്സ്റ്റെൻസീവ് മാർക്കറ്റിംഗ് വേണം, അതിന് ഫണ്ട്സ് വർ നോട്ട് എ പ്രോബ്ലം. ഹാവിങ് ഹേർഡ് അബൌട്ട് ദ പീക്കിംഗ് ഡിമാൻഡ് ഓഫ് ബിസിനസ് ഫോർ കസ്റ്റമേഴ്സ്. കോമേഴ്സിന് ഭയങ്കര വളർച്ചയുണ്ട്. ഇറ്റ് വാസ് സപ്പോർട്ടീവ് ഓഫ് ദ ഐഡിയ ആൻഡ് കൺസിഡർ ടു ഫോളോ സൂട്ട്. ഗോയിങ് ഡിജിറ്റൽ അത് കോമേഴ്സ് ഫോമായി മാറാൻ പോവുക. From its US operation, it was very well about the expectations of customers and the quality of the service they desire from sellers. They tend to progressively be demanding and expect their orders to be processed in couple of hours after being placed. Quick, അതായത് ഇതിനെന്ത് മനസ്സിലാക്കാനായിട്ട് ക്വിക്ക് ഡെലിവറി വേണം. They do not want to grapple with the tracking information of their package. They need real-time update for their package location so that there are no abrupt surprises about the delivery time, the condition of the package. അപ്പോൾ ഇതൊരു ക്ലൂ ആണ്, ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ക്ലൂ ആണ് ക്വസ്റ്റ്യനിൽ. They try to purchase from sellers who offers competitive prices, accompanied with free shipping and on-time delivery. That is all too much for a developing market like India. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ലേബർ കോസ്റ്റ് ഈസ് റിലേറ്റീവ്ലി ലോ, the infrastructure is not adequately sound as the US market. The income of the middle class people is also not remarkably high, and hence they can spend sparingly on things and are not paramount on their list. Kitchen items, though marked as necessities by the women section of the society, were not real necessities in an economic sense. And the firm thought of applying the paradigms of target costing. അപ്പോൾ എന്തുകൊണ്ടാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് ഫേം അപ്ലൈ ചെയ്തത് എന്നുള്ള റീസണാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞു നോക്കുന്നത്. അപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ്ലി പ്രൈസ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് ടാർഗറ്റ് കോസ്റ്റിംഗ് മെത്തേഡ് തന്നെ എടുക്കണം. കാരണം ഇന്ത്യൻ അധികം നമുക്ക് കപ്പാസിറ്റി ഇല്ല, ഇൻകം കപ്പാസിറ്റി കുറവാണ്, ഡിസ്പോസബിൾ ഇൻകം കുറവാണ്, കൾച്ചറൽ ഗ്യാപ്പ് ഉണ്ട്, എക്സെട്ര. Hence the firm thought of applying paradigm of target costing so that the prices of their online productsന് target costing applicability ആണ് അപ്പോൾ ചോദ്യം വരാം, such that they remain competitive before the customers. The firm also needs a flawless supply chain management system in Indian environment, but the back office team of the firm had little knowledge about the aspect of the e-commerce project, and did not see the light of the day. Now they need you to help them shape up the SCM. ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ലുക്ക് ഓഫ് ഡ്രീം ഹോംസ്. അഡ്വൈസ് ദ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആസ് പെർ ദിയർ റിക്വയർമെൻറ്റ്. തേർഡ്, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സൂട്ടബിലിറ്റി ഓഫ് ടാർഗറ്റ് കോസ്റ്റിംഗ്. അപ്പോൾ ഇങ്ങനെ ആൻസർ പറയാം. ഫസ്റ്റ് ടാർഗറ്റ് കോസ്റ്റിങ്ങിന് ഇൻട്രോ പറയാം, എന്നിട്ട് സാധാരണ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിലാണ് നിൽക്കുക. പിന്നെ ജാപ്പനീസ് ഒരു കോൺസെപ്റ്റ് കൊണ്ടു, എസ്റ്റിമേറ്റ് സെല്ലിംഗ് പ്രൈസ് അറ്റ് ഫസ്റ്റ് പ്ലേസ്. ഫസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക സെല്ലിംഗ് പ്രൈസ്, നമ്മുടെ കറസ്പോണ്ടിങ് മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ അതെടുക്കുക, അതിൽ നിന്ന് നമ്മുടെ ഒരു ഡിസൈഡ് മാർജിൻ കുറയ്ക്കുക, അപ്പോൾ കോസ്റ്റിലെത്തും. വില്ലിംഗ് ടു പേ ഫോർ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിംഗ് ടു പേ ഫോർ എ സിമിലർ പ്രൊഡക്റ്റ്, അതിൽ നിന്ന് നമ്മൾ ഡിസൈഡ് മാർജിൻ കുറച്ചാൽ നമുക്ക് പ്രൈസ് കിട്ടും. ദസ് ദ പ്രൈസസ് ആർ നോട്ട് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ്, rather cost have to be targeted, and thus the name target costing. ഈ ടാർഗറ്റ് കോസ്റ്റിംഗ് എത്തിക്കാനുള്ള നമ്മുടെ കോസ്റ്റ് ഗോൾ റീച്ച് ചെയ്യാൻ കുറേ ടെക്നിക്സ് ഉണ്ട്, മാനേജറിയൽ ടെക്നിക്സ്, എന്നിട്ട് വാല്യൂ ചെയിൻ അനാലിസിസ്, വാല്യൂ റീ എഞ്ചിനീയറിംഗ്, സിക്സ് സിഗ്മ എക്സെട്ര ആർ യൂസ്ഡ്. These techniques are used keeping in mind the focus എന്നിട്ട് to control cost in order to meet the target without compromising the quality and value to be derived from the product. പിന്നെ അപ്ലിക്കബിലിറ്റി പറയാം. അപ്പോൾ ഫസ്റ്റ് ഇൻട്രോ കൊടുത്തു, പിന്നെ അപ്ലിക്കബിലിറ്റി ഓഫ് ടാർഗറ്റ് കോസ്റ്റിംഗ് ടു കറണ്ട് സിനാരിയോ. കറണ്ടിൽ വന്നിട്ട് ഭയങ്കര കോമ്പറ്റീഷനാണ്, ഇ കോമേഴ്സ് വളർന്നു വരാണ്, അപ്പം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, എക്സെട്ര. ഇറ്റ് ഈസ് കൺസിഡറിങ് ടു ടാർഗറ്റ് കോസ്റ്റിംഗ് കൺസെപ്റ്റ് ഈസ് വെരി മച്ച് റെലവൻറ്റ്. കാരണം എന്നിട്ട് the company since it is considering to digitize the business where the competition is intense, specifically with regards to the prices of similar products. Since the products offered by the company lack much differentiation, അപ്പോൾ നമ്മുടെ കിച്ചണിലാണ് ഭയങ്കര ഡിഫറൻസിയേഷൻ ഒന്നുമില്ല, നല്ല ക്വാളിറ്റി സാധനം കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ദ യൂണിക് സെല്ലിംഗ് പോയിന്റ് ഓഫ് ദ ഫേം ക്യാൻ ബി ടു ഓഫർ ക്വാളിറ്റി പ്രൊഡക്ട്സ് അറ്റ് ലോ പ്രൈസസ്. അതായിട്ട് നമുക്ക് മാറ്റാം.
അപ്പോൾ അതിന് ടാർഗറ്റ് കോസ്റ്റിംഗ് വളരെ നല്ലതാണ്. ഫർദർ ഇ-കോമേഴ്സ് വിൽ മോസ്റ്റ്ലി റിക്വയർ ദ ഫേം ടു ഓപ്പറേറ്റ് ആസ് പെർ ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച്. ഇ-കോമേഴ്സിന് ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച് വേണ്ടി വരും. ദാറ്റ് വിൽ റെഡ്യൂസ് ദി ഇൻവെൻറ്ററി മെയിൻ്റനൻസ് ബർഡൻ ആൻഡ് ഓൾസോ reduce wastage, thereby controlling cost. That target costing and e-commerce go hand in hand. ഓക്കെ, പിന്നെന്താ, നമുക്ക് ഈ ടാർഗറ്റ് കോസ്റ്റിംഗ് രണ്ടിനും അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ബോത്ത് ടു ഇറ്റ്സ് മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സ് ആസ് വെൽ ആസ് ദ പ്രൊഡക്റ്റ് പർച്ചേസ് ഔട്ട് റൈറ്റ്ലി. അപ്പോൾ ഔട്ട് റൈറ്റ്ലിയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റർ ഇൻ ടു ലോങ് ടേം കോൺട്രാക്ട്സ് വിത്ത് ഡെഡിക്കേറ്റഡ് സപ്ലയേഴ്സ്. അങ്ങനെ ഒരു പോയിന്റ് ചെയ്താൽ ഡിമാൻഡ്, കാരണം എന്താ ഈ മാർക്കറ്റിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ലാർജ് സൈസ് സപ്ലൈസ് ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടൽ ദ ഡിസ്കൗണ്ട്സ് ഇൻ ഫോം ഓഫ് ലോ പ്രൈസസ് ഓൺലി ഇഫ് എ കമ്മിറ്റ്മെൻറ്റ് ഫോർ ലോങ് ടൈം പർച്ചേസസ് ഈസ് മെയ്ഡ് ബൈ ദ ഫേം. ഓക്കെ, ഇനി സെക്കൻഡറി നിന്ന് അസറ്റ് ഇറ്റ്സ് കറണ്ട്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് കോസ്റ്റിംഗ് അപ്ലിക്കബിൾ ആണ്. സെക്കൻഡ്, ക്രിട്ടിക്കലി അസസ് ഇറ്റ്സ് കറണ്ട് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. കറണ്ട് സിസ്റ്റത്തിന് എന്താ പ്രശ്നമാണ്. പിന്നെ സൂട്ടബിൾ ചേഞ്ചസ്. അപ്പോൾ സൂട്ടബിൾ ചേഞ്ചസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. നോക്കിയാൽ ട്രഡീഷണൽ കമ്പനിയാണ് ഫിസിക്കൽ ഫോമിൽ. 2 പ്രൊഡക്ട്സ് ഉണ്ട്, A, B എന്ന് വിചാരിക്കുക. അത് മെർച്ചൻഡൈസും മാനുഫാക്ചേർഡ്. മെർച്ചൻഡൈസ് എന്ന് പറയുമ്പോൾ സപ്ലൈസിന് ഡയറക്റ്റ് പർച്ചേസസ് വിൽക്കുന്നു. മാനുഫാക്ചേർഡ് എന്ന് പറയുമ്പോൾ സപ്ലൈസിൻ്റെ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നു, കൺവേർട്ടഡ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഈ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞ് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റോ മെറ്റീരിയലിൻ്റെ ഇൻവെൻറ്ററി വരും, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഇൻവെൻറ്ററി വരും, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഇൻവെൻറ്ററി വരും, മെർക്കൻഡൈസിൻ്റെ ഇൻവെൻറ്ററിയും വരും. പിന്നെ ഇവർക്ക് സേഫ്റ്റി സ്റ്റോക്കും ഉണ്ട് ഈ മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിന്. അപ്പോൾ ഇത് വിൽക്കുന്നു. ഇപ്പോൾ കമ്പനീൻ്റെ പുതിയ ഫോം എന്നിട്ട് ഈ റീറ്റെയിലർ, അതായത് ഇ-കോമേഴ്സ് ഫോമായി മാറും. സെയിൽസ് ത്രൂ എന്നിട്ട് ഇൻ്റർനെറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോർസ് ആകുമ്പോൾ ഫിസിക്കൽ സ്റ്റോർസിൽ നിന്ന് വന്നിട്ട് ഈ സ്റ്റോർസായി. അപ്പോൾ ലോട്ട് ഓഫ് ഗുഡ്സ് വേണ്ടി വരും. കാരണം ഇൻവെൻറ്ററി വേണ്ട, നമ്മൾ സപ്ലൈ ഇങ്ങനെ വെക്കുക കുറേ. അതായത് ഓൺലൈനാണ് ഇവർ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഫിസിക്കൽ സ്റ്റോറിൻ്റെ കോൺസെപ്റ്റും ഇൻവെൻറ്ററിയുടെ കോൺസെപ്റ്റും ഇല്ലാണ്ടാണ് ചെയ്യണത്. ആ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിക്കണം. അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട്ലി കമ്പനീൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റോർസാണ്. അപ്പോൾ ഫിസിക്കൽ സ്റ്റോഴ്സിൽ 3 ടൈപ്പ് ഓഫ് ഇൻവെൻറ്ററീസ് മെയിൻറ്റെയിൻ. റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. അത് എവിടെയൊക്കെ മെയിൻറ്റെയിൻ? സ്റ്റോഴ്സിലും വെയർ ഹൗസിലും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലോക്കിംഗ് ലാർജ് അസറ്റ്സ് ഇൻ ദ ഫോം ഓഫ് വേരിയസ് ഇൻവെൻറ്ററീസ് പൈൽഡ് അപ്പ് ടു കോർഡിനേറ്റ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ആൻഡ് റീറ്റെയിൽ ഫംഗ്ഷൻ. അതായത് ലാർജ് അസറ്റ്സ് വേണ്ടി വരികയാണ് ഇൻ വേരിയസ് ഫോം ഓഫ് ഇൻവെൻറ്ററീസ്. അതായത് ഈ ഇൻവെൻറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ആണല്ലോ, കറണ്ട് അസറ്റ്സ്. അത് പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 forms of inventories related to products the company manufactures are maintained in a traditional manner, which seems to be out of place for the e-retailer. ട്രഡീഷണലി ഓക്കെയാണ്, പക്ഷേ നമ്മൾ ബിസിനസ് മോഡൽ മാറ്റാൻ പോവാണ് ഇ-കോമേഴ്സ്. അപ്പോൾ അത് വേണ്ട, ശരിക്കും അത് അപ്ലിക്കബിൾ അല്ല. കാരണം ഇപ്പം നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഡിമാൻഡ് ബേസ്ഡ് ഓൺ ഇൻറ്റേർണൽ പോളിസീസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് ആണ്. ടുഡേ ഡിമാൻഡ് മാർക്കറ്റ് ചേഞ്ചസ് ലീപ്സ് ആൻഡ് ബൗൺസ്. മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഈസ് നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ്. ഡിമാൻഡ് ഫോർകാസ്റ്റ് ഷുഡ് ബി പുൾഡ്. പുഷിന്ന് മാറ്റിയിട്ട് നമ്മൾ എന്തായിരിക്കണം? പുള്ളായിരിക്കണം. പുൾഡ് ബൈ കറണ്ട് മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് പ്രഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ, കൊറോണ എക്സാമ്പിൾ കൊടുത്തു. കുറേ പ്രൊഡക്ട്സ് വിറ്റ് പോകുന്നത് വിൽക്കണില്ല, വിൽക്കാത്തത് വിൽക്കണു, ഹാൻഡ് വാഷ് ഇതൊക്കെ. അപ്പോൾ ബേസ്ഡ് ഓൺ എന്നിട്ട് ഡിമാൻഡ് ആയിരിക്കണം. അങ്ങനെ അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻ ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ഇൻവെൻറ്ററി the company is also building up too much safety stock within the manufactured products, which takes up cost and space. The lead time of the firm is remarkably high related to industry standards. അതൊരു പ്രശ്നമാണ്. സേഫ്റ്റി സ്റ്റോക്കും ഇൻവെൻറ്ററി ഒക്കെ കൂടുന്ന കാരണം ടൂ മച്ച് കോസ്റ്റും സ്പേസും പോവാണ്. ടൂ മച്ച് കോസ്റ്റ് ടൈഡ് ഇൻ ഇൻവെൻറ്ററി. അപ്പോൾ വെൻ ഗോയിങ് ഡിജിറ്റൽ ദിസ് സിനാരിയോ വിൽ ചേഞ്ച് കംപ്ലീറ്റ്ലി. കാരണം സ്വിച്ച് ഓവർ ടു ഇ-കോമേഴ്സ് ആകുമ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് മെക്കാനിസം വിൽ ഓൾസോ ഹാവ് ടു അണ്ടർഗോ എ ഡ്രാസ്റ്റിക് ചേഞ്ച്. ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ടെക്നിക് വിൽ പുട്ട് എൻ എൻഡ് ടു ദ harrowing task of inventory management. അപ്പോൾ ഇൻ ദിസ് ടൈപ്പ് ഓഫ് പുൾ സിസ്റ്റം, പർച്ചേസിങ് മെർച്ചൻഡൈസ് ഗുഡ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻ-ഹൗസ് ഗുഡ്സ് രണ്ടും വിൽ ബി ബേസ്ഡ് ഓൺ ഓൺലൈൻ കസ്റ്റമർ ഡിമാൻഡ്. അപ്പോൾ ഓൺലൈൻ എപ്പോഴാണോ അവർ ഓർഡർ ചെയ്യണത് റിവേഴ്സിൽ പോകും. എന്നിട്ട് പുൾ സിസ്റ്റം വിൽ ഹാവ് ടു അക്കോർഡിംഗ്ലി കോർഡിനേറ്റ് വിത്ത് ദ സപ്ലയേഴ്സ്. ഓക്കെ, അപ്പോൾ പുൾ സിസ്റ്റമാണ്. ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻറ്ററി നമ്മൾ കൊണ്ടുവന്നു. ഇൻവെൻറ്ററി ജസ്റ്റ് ഇൻ ടൈം
ഇൻവെൻട്രി കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് പ്ലാൻസ് in close proximity to the chain of suppliers location to ensure several pickups each day rather than holding up to bulk. ഓക്കെ, ഇതൊക്കെ ആ സിസ്റ്റം വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇൻ ടൈം സെറ്റപ്പ് പ്ലാൻസ്. പിന്നെ ERP പിന്നെ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. ERP another source of electronic data interchange between the supplier and the company will act as a backbone in supporting the just in time activity. Okay, പിന്നെ എന്നിട്ട് the company will also be able to reduce lead time to deliver the ordered products from 4 weeks to 2.5 weeks. ഇത് ടാർജറ്റ് ആയിരുന്നു. ബൈ സ്ട്രീംലൈനിങ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ എൻറ്റയർ സപ്ലൈ ചെയിൻ. ഒരു ജനറൽ പോയിന്റ് പോലെ സ്ട്രീംലൈൻ ചെയ്യുക ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ എൻറ്റയർ സപ്ലൈ ചെയിൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗോയിങ് ഡിജിറ്റൽ എന്തുട്ട് വ്യത്യാസം വരുത്താം, ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി ആയി, ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷനായി, രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷനും. അപ്പോൾ അതിന് സെറ്റപ്പ് പ്ലാൻസ്, ERPയും ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് ഉപയോഗിക്കുക, റെഡ്യൂസ് ദ ലീഡ് ടൈം. അടുത്തൊന്നുണ്ട് നമ്മൾ വെണ്ടർ ബേസ്ഡ് ഇൻവെൻട്രി ടെക്നിക്ക് ഉപയോഗിക്കുക. വെണ്ടർ ബേസ്ഡ് ഇൻവെൻട്രി ടെക്നിക്ക് എന്നിട്ട് വെണ്ടർ ബേസ്ഡ് ഇൻവെൻട്രി ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ കമ്പനി കൺട്രോൾസ് നമ്മുടെ ഓൺ ഇൻവെൻട്രി നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യും. പക്ഷേ ഇതിൽ സപ്ലയേഴ്സ് കൺട്രോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അപ്പോൾ ഹൗ ഡസ് സപ്ലയർ കൺട്രോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്? ഇങ്ങനെ ഗിവിങ് സപ്ലയേഴ്സ് ആക്സസ് ടു ഇൻവെൻട്രി ഇൻഫർമേഷൻ ഫ്രം ഓൾ ലൊക്കേഷൻസ്. അതായത് വെയർ ഹൗസ്, റീറ്റെയിൽ സ്റ്റോഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ്, ഇവിടെയൊക്കെ നമ്മുടെ ഗുഡ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഇവിടുത്തെയൊക്കെ ഇൻവെൻട്രി ഇൻഫർമേഷൻ സപ്ലയർക്ക് കൊടുക്കുക. സെൻട്രലി ഇത് ഒരു സ്ഥലത്തേക്ക് വരും, അവിടെ നിന്ന് സപ്ലയേഴ്സിന് ആക്സസ് കൊടുക്കുക. അപ്പോൾ സപ്ലയേഴ്സ് ആക്സസ് ദ ഇൻവെൻട്രി ഇൻഫർമേഷൻ ദെൻ ഡിസൈഡ് ടു റിപ്ലനിഷ് ദ സ്റ്റോക്ക്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന രണ്ട് ടെക്നോളജി എന്നിട്ട് ഒരു എക്സാമ്പിൾ പോയിൻ്റ് ഓഫ് സെയിൽസ് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ RFID, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ. പോയിൻ്റ് ഓഫ് സെയിൽസ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഫ്രം സ്റ്റോഴ്സ് ക്യാൻ ഫ്ലോ ടു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഷോയിങ് യൂണിറ്റ്സ് സോൾഡ് ആൻഡ് യൂണിറ്റ്സ് ഇൻ ദ സ്റ്റോഴ്സ് that can be accessed by suppliers to anticipate demand and refill requirement in each store. ഓക്കെ, അപ്പോൾ പോയിൻ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറിൽ നിന്ന്, അടുത്തത് വെയർ ഹൗസിൽ നിന്ന് RFID. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ടെക്നിക് ക്യാൻ ബി യൂസ് ടു പിക്ക് അപ്പ് ആൻഡ് പ്രോസസ് ആൻഡ് ഷിപ്പ് ദ ഓർഡർ. But in a nutshell, the onus and cost of the inventory management passes on to the suppliers, thereby underpinning the cost leadership strategy of Dream Homes. Underpinning on കൂടുതൽ effective ആവും cost leadership strategy. The low cost of the inventory management will consequently reduce the overall cost of the inventory and thus help in achieving set cost targets. അപ്പോൾ ശരിക്കും അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നിട്ട് ഈ ഇൻവെൻട്രി ചേഞ്ച് ചെയ്യാനായിട്ട്, ഇൻവെൻട്രി സിസ്റ്റം മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രിയും വെണ്ടർ ബേസ്ഡ് ഇൻവെൻട്രി ടെക്നിക്കും ഉപയോഗിച്ചു ഇൻവെൻട്രി മോഡൽ മാറ്റാൻ. അടുത്തൊന്നുകൂടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ക്യാൻ ബി റീഡിസൈൻഡ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് റീഡിസൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെ? ഇ-കോമേഴ്സ് ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓൺ ഇൻവെൻട്രീസുമെയാണ് അവർ ശരിക്കും വർക്ക് ചെയ്യുക റിലേറ്റഡ് ടു ഫിസിക്കൽ സ്റ്റോഴ്സ്. ഫോർ എക്സാമ്പിൾ, ഞാൻ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് വഴി ഫ്ലിപ്കാർട്ട് എക്സെട്ര. അപ്പോൾ ഇ-കോമേഴ്സ് മോഡലാകുമ്പോൾ എന്നിട്ട് എനിക്ക് റീറ്റെയിൽ സ്റ്റോഴ്സ് വേണ്ട, കുറേ സാധനങ്ങൾ അവിടെ വേണ്ട, അതായത് ഓർഡർ ചെയ്യുമ്പോൾ കൊണ്ടുകൊടുത്താൽ മതി കസ്റ്റമറിന്. അപ്പോൾ സോ ഇറ്റ് ഈസ് ടൈം ഫോർ ദ കമ്പനി ടു ഫോക്കസ് ഓൺ ബിൽഡിങ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ഇൻവെൻട്രീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വിൽക്കുന്നു സാധനങ്ങൾ, അപ്പോൾ ഇവർ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ വേഗം സപ്ലയേഴ്സ് സാധനം എത്തിക്കണം. സാധനം നേരിട്ട് കസ്റ്റമേഴ്സിന് എത്തിച്ചാലും മതിയാവും വാങ്ങിച്ചു വെക്കണ സാധനങ്ങൾക്ക്. ഇപ്പോൾ മാനുഫാക്ചേർഡ് ആണെങ്കിലും വേഗം സാധനം എത്തിക്കണം കമ്പനിക്ക്. അപ്പോൾ കമ്പനിക്ക് ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഓർഡർ ബേസിൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നുണ്ട് കൊളാബറേഷൻ വിത്ത് സപ്ലയേഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ കമ്പനി ഷുഡ് ഫോക്കസ് ഓൺ ബിൽഡിംഗ് സ്ട്രോങ് കൊളാബറേഷൻ വിത്ത് സപ്ലയേഴ്സ് സോ ദാറ്റ് ദ ലീഡ് ടൈം ഓഫ് ദ ഓർഡേഴ്സ് പ്ലേസ്ഡ് ബൈ ദ കമ്പനി ക്യാൻ ബി കെപ്റ്റ് അറ്റ് എ മിനിമം. ക്വാളിറ്റി ശ്രദ്ധിക്കണം. പിന്നെ സ്ട്രോങ് ടൈ അപ്പ് വിത്ത് ദ സപ്ലയേഴ്സ് വിൽ അസിസ്റ്റ് the firm in meeting the ever-changing demand of the customers. അതൊരു ജനറൽ പോയിൻ്റ് എഴുതാം. പിന്നെ സെക്കൻഡ് വെണ്ടർ ബേസ്ഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് ടൂൾ ഫോർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റാണ്. ദ ഓണേഴ്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഫോർ ഇറ്റ്സ് പർച്ചേസ് പ്രൊഡക്ട്സ് വിൽ ഷിഫ്റ്റ് ഓൺ ടു ദ സപ്ലയേഴ്സ്. ഓക്കെ, പിന്നെ ലാർജ് സപ്ലയേഴ്സ്, അതായത് കമ്പനി നീഡ്സ് ടു എൻഷുർ ദാറ്റ് ദർ ഇസ് എ പൂൾ ഓഫ് ഡെഡിക്കേറ്റഡ് സപ്ലയേഴ്സ് ഇൻ ദ കൺട്രി ഹു ക്യാൻ സപ്ലൈ എക്സ്പെക്റ്റഡ് മെറ്റീരിയൽസ് ഓൺ എ ടൈംലി ബേസിസ്. അതെന്തിനാണ് ചെയ്യണത്? കാരണം ഇഫ് ദർ ഈസ് എ ലാക്ക് ഓഫ് സപ്ലയേഴ്സ് they will have to arrange for transportation of the finished good. ലാക്ക് ഓഫ് സപ്ലൈസ് ആണെങ്കിൽ പ്രശ്നമായി. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ തരണം, നല്ല സപ്ലൈസിനെ തിരഞ്ഞെടുക്കുക. ടു കീപ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ലോ, ഇറ്റ്സ് ഓൾസോ അബൈഡ് ദി കോസ്റ്റ് പെർ ടച്ച് ഇൻവെൻട്രി സിസ്റ്റം. ഇതൊരു യുണീക്ക് പോയിൻ്റാണ്.
കോസ്റ്റ് പെർ ടച്ച് ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഐക്കിയ മോഡലാണ്. അതായത് ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് പാസിംഗ് ദ കോസ്റ്റ് സേവിങ് ടു ഹിസ് കസ്റ്റമേഴ്സ് ബൈ പുട്ടിംഗ് അപ്പ് ദെയർ പ്രൊഡക്ട്സ് ടുഗദർ ഇൻ ഈസി ടു അസംബിൾ പാക്കേജിംഗ്, enabling the customers themselves to select and pick up the product from the store. In a nutshell, less the product gets touched in shipping and subsequent storage process, less the overall cost to the company. അപ്പോൾ ലെസ് ഓവറോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുക ഇങ്ങനെ ബൈ റെഡ്യൂസിങ് ദ പ്രൈസസ്. അപ്പോൾ ലാർജ് സപ്ലയേഴ്സിൻ്റെ പൂളായിട്ട് നമുക്ക് വേണം, ലാർജ് പൂൾ ഓഫ് ഡെഡിക്കേറ്റഡ് സപ്ലയേഴ്സ്. അതിൻ്റെ ഒരു ടെക്നിക്കാണ് എന്നിട്ട് കോസ്റ്റ് പെർ ടച്ച് IKA മോഡൽ. പിന്നെ എന്നിട്ട് ലാർജ് സ്കെയിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. കാരണം എന്നിട്ടല്ല കുറേ സ്ഥലത്ത് സ്റ്റോർ സെറ്റപ്പ് ചെയ്യണം ഇപ്പോൾ ഹെവിലി ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസിൽ. അപ്പോൾ എളുപ്പമായിരിക്കും. അതിന് നമ്മുടെ ലാർജ് സ്കെയിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് വേണം ഇൻ സെറ്റിംഗ് അപ്പ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് പാർട്സ് ഓഫ് ഇന്ത്യൻ സിറ്റീസ്. അടുത്ത് റോബോട്ടിക് ടെക്നോളജി, അതായത് ആമസോണിൻ്റെ വെയർ ഹൗസ്. ഇത് നല്ലൊരു പോയിൻ്റ്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, ജനറലായി എഴുതി വെക്കുക. ഇറ്റ് ക്യാൻ മേക്ക് യൂസ് ഓഫ് മൾട്ടി ഫേസറ്റഡ് റോബോട്ടിക്സ് ടെക്നോളജി വിത്ത് സം ഹ്യൂമൻ പാർട്ടിസിപ്പേഷൻ. This technology can assist human pickers in locating the required goods faster with minimal error. അടുത്തൊരു ഡേറ്റ, ഇതും നല്ല യൂണിക് പോയിൻ്റാണ്. ഡേറ്റ സയൻറ്റിസ്റ്റിനെ ഉപയോഗിക്കുക. എങ്ങനെയാണ്? ദ കമ്പനി ഷുഡ് യൂസ് സ്കിൽഫുൾ ഡേറ്റ സയൻറ്റിസ്റ്റ് ടു പുൾ ഓവർവെൽമിംഗ് ഡാറ്റ ബേസ്ഡ് ഓൺ കസ്റ്റമർ സെർച്ചസ് വിച്ച് ക്യാൻ ബി അനലൈസ്ഡ് ടു റെക്കമെൻഡ് പ്രൊഡക്ട്സ്. ഇറ്റ് കുഡ് റിസോർട്ട് ടു TV advertisement, public banners, other prominent notes, etc. അപ്പോൾ എഫക്റ്റീവ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഡിസൈൻ ചെയ്യാൻ എന്തൊക്കെയാണ് പോയിൻറ്റ്സ്? ഫസ്റ്റ്, കൊളാബറേഷൻ വിത്ത് സപ്ലയേഴ്സ്, ലീഡ് ടൈം കുറയ്ക്കുക, ക്വാളിറ്റി ഡെലിവറി നടത്തുക. സെക്കൻഡ്, വെണ്ടർ ബേസ്ഡ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, അതൊരു എഫക്റ്റീവ് ടൂൾ ഫോർ സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്. തേർഡ്, ലാർജ് പൂൾ ഓഫ് സപ്ലൈസായിട്ട് കോൺടാക്ട്, അതിലൊരു ടെക്നിക്ക് ഒന്നുണ്ട്, കോസ്റ്റ് പെർ ടച്ച് ടെക്നിക്ക്, IKEA മോഡൽ. ഫോർത്ത്, ലാർജ് സ്കെയിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം സ്റ്റോർസ് സെറ്റപ്പ് ചെയ്യാൻ നിയർ ടു കസ്റ്റമർ. ഫിഫ്ത്ത്, റോബോട്ടിക്സ് ടെക്നോളജി, ആമസോണിൻ്റെ പോലെ. സിക്സ്ത്ത്, ഡാറ്റ സയൻറ്റിസ്റ്റിനെ വയ്ക്കുക. അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്.